കൊള്ളാം. എങ്ങനെയാ? എത്ര കിലോ വേണം? അല്ല, ഇത് മുഴുവൻ ആയിക്കോട്ടെ. എന്ത് വേണമെന്ന് പറയൂ. ശരി, ഒറ്റ വില. ആ. ഒരു 75. 75? അതെ, ഇറ്റ്സ് എ ഗുഡ് പ്രൈസ്. എന്നാ 75 75. 50, 60. കൈമാറ്റാശാനെ, കൈമാറ്റാശാനെ, ഞാനൊന്ന് എണ്ണിക്കോട്ടെ. കണക്കെല്ലാം തെറ്റിച്ച്. 70, 70. നിർത്തടാ. എന്തു പറ്റി? ഞാൻ 75 എന്ന് പറഞ്ഞപ്പോ നീ എന്ത് കരുതി? വെറും 75 ഉലുവയോ? ആ വേല നിന്റെ കയ്യിരിക്കട്ടെ. 75,000 എടുക്കാനുണ്ടോ? 75,000. യോ, 75,000 രൂപയോ? എന്റെ കയ്യിൽ അത്രയും പൈസ ഒന്നുമില്ല. എങ്കിൽ പൊടിയും തട്ടി പോവാൻ നോക്ക്. പോടാണെന്ന്. എങ്കിൽ ഞാനിത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. എനിക്ക് ഹോം മിനിസ്റ്ററെ കിട്ടണം പെട്ടെന്ന്. May I come in, sir? Yes. നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണോ അതോ നാർക്കോട്ടിക് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത കൊലയാളിയോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം. I'm a police officer, sir. അപ്പൊ പിന്നെ ഇതിന്റെ അർത്ഥം? തോക്ക് കൈവശം വയ്ക്കാനുള്ള ലൈസൻസ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ അധികാരത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് തൊട്ടതിനെയും പിടിച്ചതിനുമൊക്കെ വാരി വലിച്ചു ഉപയോഗിക്കാൻ ആര് നിങ്ങൾക്ക് അധികാരം തന്നു? ആൻസർ മീ. ഒരാളിനെ കൊല്ലാൻ വന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തോക്ക് അവന്റെ കാൽക്കൽ വെച്ച് തൊഴണോ? പിന്നെ എന്തിനാ ഗൺ ലൈസൻസ്? നിങ്ങളൊരു സുപ്പീരിയർ ഓഫീസറോടാണ് സംസാരിക്കുന്നത് ഓർക്കണം. ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കണ്ട. നിങ്ങൾ കമാൻഡോ ട്രെയിനിങ് കിട്ടിയ ആളായിരിക്കാം. ആന്റി ടെററിസ്റ്റ് വിങ്ങിൽ വർക്ക് ചെയ്തിരിക്കാം. അതുകൊണ്ട് ആളുകളെ കൊല്ലാനുള്ള ലൈസൻസ് നിങ്ങൾക്കില്ല. ഇവിടെ ഒരു ഓഫീസർക്ക് ഏറ്റവും ആവശ്യം ആത്മനിയന്ത്രണമാണ്, സെൽഫ് കൺട്രോൾ. സോ യു റിമെമ്പർ ദാറ്റ്. പിന്നെ ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്നത് പോലെ തോക്ക് കൊണ്ട് നിയമം പാലിക്കുന്ന ഓഫീസറായി തുടരാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്, നിങ്ങളെ തിരിച്ച് ഡൽഹിയിലേക്ക് അയക്കും. യു കെൻ ഗോ നൗ. സർ.
ഇക്ക എനിക്കൊരു ഇത്തിരി സമയം വേണം. ഇത് വാങ്ങിക്കോളൂ. 5 വർഷമായി നീ എനിക്കൊരു നല്ല കസ്റ്റമർ ആയിരുന്നു. നന്ദിയുണ്ട്. ഇത് കഴിച്ചോളൂ. ഇക്ക, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കണം. എനിക്ക് ആർക്കും തെറ്റുപറ്റാം. 1 പ്രാവശ്യം, 10 പ്രാവശ്യം, 100, 1000 പ്രാവശ്യം തിരുത്താം, തിരിച്ചെടുക്കാം. പക്ഷേ എന്റെ ഹീറോയിൻ എനിക്കാര് തിരിച്ചു തരും? നീ നഷ്ടമാക്കിയ എന്റെ പണം ആരെനിക്ക് തിരിച്ചു തരും? ഇക്ക, ഞാൻ സത്യം ചെയ്യാം. പണം ഞാൻ തരാം. 2 മാസം, 2 മാസം. ജെയിംസേ, ആ കിറുക്കൻ പോലീസുകാരനെ പറ്റി എനിക്കെല്ലാം അറിയണം. എല്ലാം കൊണ്ടും ഒരു മുങ്ങി മരണം. ഒരു കാര്യം ഒഴിച്ചാൽ ഡോക്ടർ പറയുന്നത് മയക്കുമരുന്നിന്റെ ഹെവി ഡോസ്, അതും സാധാരണ പ്രചാരത്തിലില്ലാത്ത ഒരു തരം ഡ്രഗ്. എന്ന് വെച്ചാൽ സ്കോപ്പിലോമൈൻ, ഒരു തരം സൈക്കിഡലിക് ഡ്രഗ് ആണിത്. അവനൊരു ഹാബിച്വൽ അഡിക്റ്റ് ആയിരുന്നു ഡോക്ടർ. ട്രേസസിന്റെ ക്വാണ്ടം വെച്ച് നോക്കുമ്പോൾ അതെ, ഒരു 3 വർഷമായിട്ടെങ്കിലും അയാൾ ഈ ഡ്രഗ് കഴിക്കുന്നുണ്ടായിരിക്കണം. പക്ഷേ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് ഡ്രഗ് കഴിപ്പിച്ചതായിക്കൂടെ ഡോക്ടർ? എന്ന് എനിക്കെങ്ങനെ പറയാനാവും? ദാറ്റ്സ് യുവർ ജോബ് ടു പ്രൂവ്. ജയകുമാറിന്റെ ഫാമിലി ബോംബെയിൽ എവിടെയാ? ഈസ്റ്റ് അന്തേരിയിലാണ്. ഞങ്ങൾക്ക് സ്വന്തമായി ഫ്ലാറ്റ് ഉണ്ട്. ഓ ഐ സി. പിന്നെ ജയനന്ദിനാ കൊച്ചി വന്നത്? അതെന്തൊരു ചോദ്യം മോഹൻ. ഞാനും മോഹനെ പോലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ. അപ്പൊ പിന്നെ എങ്ങനെ ഇവിടെ എത്തി എന്ന് പ്രത്യേകിച്ച് പറയണോ? ഐ ഗോട്ട് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ എന്നത് ശരി, പക്ഷേ അത് ജയൻ നിർബന്ധപൂർവ്വം കൊച്ചിക്ക് ചോദിച്ചു വാങ്ങിയതല്ലേ? അതെന്തിനാന്നാ ചോദിച്ചത്? കുറച്ചുനാള് ബോംബെ വിട്ടിരിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം കാണുമല്ലോ. മോഹൻ എന്നെ ചോദ്യം ചെയ്യാണല്ലേ? ഓക്കെ, കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയത് തികച്ച ഔദ്യോഗികമാണ്. ഞാൻ എന്റെ ബോസുമായിട്ട് നിടഞ്ഞു. അതോ ജയന്റെ മകൻ കിഷോറുമായിട്ടാണോ? വാട്ട് ഡു യു മീൻ? കിഷോർ മയക്കുമരുന്നിന് അടിമയായിരുന്നു. ഓട്ടോപ്സി റിപ്പോർട്ടിൽ അതിന്റെ സൂചനയുണ്ട്. ഏതാണ്ട് 3 വർഷമായി കിഷോർ തുടരുകയായിരുന്നു. അതിന്റെ പേരിൽ നിങ്ങൾ വഴക്ക് കൂടുമായിരുന്നു. അതുകൊണ്ടാണ് ജയൻ കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയത്. അതല്ലേ സത്യം? മോഹൻ ഭ്രാന്ത് പറയാതെ. എന്റെ മോൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ ഞാൻ എന്തിനാ അവനുമായിട്ട് വഴക്ക് കൂടുന്നത്? ആ പിന്നെ എനിക്ക് കസ്റ്റംസ് കളക്ടറുമായിട്ട് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്താ? ജയൻ ഒന്നോർക്കണം, ഏതൊരച്ഛനും തന്റെ മകൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്ന് പറയാൻ ഇഷ്ടമുണ്ടാവില്ല. സ്വാഭാവികമാണത്. പക്ഷെ അതോടൊപ്പം തന്നെ എന്തൊക്കെയോ മറയ്ക്കാൻ ജയൻ ശ്രമിക്കുകയാണ്. ജയന്റെ മുഖത്ത് നോക്കിയാൽ അതറിയാം. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. എന്നോട് സഹകരിക്കണം. മരിച്ചുപോയ തന്റെ മകന് വേണ്ടിയെങ്കിലും.
A2 calling S1. യെസ്. ഞങ്ങൾ എത്താതെ വണ്ടി നിർത്തണ്ട സർ. DIGയുടെ ഓർഡറാണ്. Can you hear me? Can you hear? സാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? അതും DIGയുടെ ഉത്തരവ് അവഗണിച്ച്. ഒരിക്കൽ ചെക്കൗട്ട് ചെയ്ത വണ്ടി പിടികൂടി റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് എന്ത് ക്രെഡിറ്റ് കിട്ടാനാ? അത് വണ്ടി കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് മനസ്സിലാകൂ. സാർ ഉം. സാറ് സംശയിച്ച രീതിയിൽ ഇവിടെ ഒന്നും തന്നെ കാണുന്നില്ല സാർ. വെറും സംശയത്തിന്റെ പിൻബലത്തിൽ എടുത്തിയാടി ഓരോ കാര്യങ്ങൾ ചെയ്യരുതെന്ന് സാറിന് അറിയാവുന്നതല്ലേ? ഇനിയിപ്പോ ഞാനെന്ത് സമാധാനം പറയും?